ഗിഫ്റ്റിനൊപ്പം കൊടുക്കാൻ പറ്റിയ ഒരു കാർഡാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇന്നത്തെ നമ്മുടെ താരം ടിഷ്യൂ പേപ്പറാണ്. അതൊന്ന് മടക്കി കൊടുത്തിട്ട് ബട്ടർഫ്ലൈഡിന്റെ ചിറകിന്റെ രൂപം ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ട് ഒന്ന് വെട്ടി കൊടുക്കാവേ. നമ്മുടെ ടിഷ്യൂ പേപ്പർ 4 ലെയറാണ്. അതിൽ നിന്ന് 2 ലെയർ ഇതുപോലെ അടർത്തിയെടുത്തിട്ട് അതിന്റെ നടുവിൽ കുറച്ച് പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അത് ബ്രഷ് പെൻ വെച്ചിട്ട് കളർ ചെയ്ത് കൊടുക്കാം. ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു സർക്കിൾ വേണം. അത് ഇതേപോലെ റൗണ്ടിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി അത് നമുക്ക് നമ്മുടെ കാർഡിന്റെ ഉള്ളിലേക്ക് ഒട്ടിച്ചെടുക്കണം. ആ കാർഡിന്റെ അളവ് നോക്കിയിട്ട് വേണം നമ്മൾ സർക്കിൾ കട്ട് ചെയ്യാനായിട്ട്. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ പശ തേച്ചിട്ട് ഇതേപോലെ കാർഡ് ഇങ്ങനെ മടക്കി ഒട്ടിച്ചെടുക്കാം. ഇനി അത് നിവർത്തിയിട്ട് നമുക്ക് അതിന്റെ സെന്ററിലും കൂടി പശ തേച്ചിട്ട് ആ കാർഡ് അതുപോലെ തന്നെ ഒന്നുകൂടി മടക്കി കൊടുക്കാം. അപ്പൊ സർക്കിൾ നമ്മുടെ കാർഡിനുള്ളിൽ ഇതുപോലെ ഒട്ടിക്കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ബട്ടർഫ്ലൈസിനെ ഒട്ടിച്ചു കൊടുക്കാം. അതെ, ഇതുപോലെ ഒന്നും പശ തേക്കണ്ട കേട്ടോ, എനിക്ക് അബദ്ധം പറ്റിയതാണ്. ഫെവിക്കോൾ വെച്ചിട്ട് ജസ്റ്റ് ഒരു തുള്ളി അത് മതി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ ഓരോ ബട്ടർഫ്ലൈസിനെയും അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. പേസ്റ്റൽ കളറിലാവുമ്പം നല്ല ഭംഗിയായിരിക്കും അത് കാണാനായിട്ട്. അങ്ങനെ നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള അടിപൊളി ഒരു കാർഡ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ടർഫ്ലൈസുകൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആർക്കെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇതുപോലൊരു കാർഡ് കൂടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇനി നമ്മുടെ കാർഡിന്റെ ഫ്രണ്ടിലേക്കായിട്ട് ഇതുപോലെ ഒരു 2 ലെയറിന്റെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഒരു ബട്ടർഫ്ലൈയുടെ വലിയ ഒരു രൂപം വരച്ചു കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിന്റെ ഇടയിൽ കുറച്ച് പശ തേച്ച് അത് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത അതേ പേസ്റ്റൽ കളർ കൊണ്ട് മിക്സഡ് ആയിട്ട് ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ആ ബട്ടർഫ്ലൈനെ കളർ ചെയ്തെടുക്കാം. ബ്രഷ് പെൻ ആകുമ്പം ടിഷ്യൂ പേപ്പറിൽ നല്ലപോലെ കളറുകൾ സ്പ്രെഡ് ആയിക്കോളും. ഇനി അത് കാർഡിന്റെ ഫ്രണ്ടിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ബ്ലാക്ക് കളർ പെന്ന് കൊണ്ട് അതിന്റെ കൊമ്പൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. പിന്നെ നമുക്കിവിടെ എന്താണോ നമ്മുടെ മെസ്സേജ് അത് എഴുതി കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു ബട്ടർഫ്ലൈ എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. പിന്നെ ഗ്ലിറ്റർ പെൻ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കാർഡ് ഇവിടെ പൂർത്തിയായി. ഇത് തുറക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. കുറച്ച് പൂക്കളും കൂടി വേണമായിരുന്നു അല്ലേ? സാരില്ല, നമുക്ക് പൂക്കളും ബട്ടർഫ്ലൈനെയും ചേർത്തിട്ട് അടുത്തൊരു വർക്ക് ചെയ്യാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കാർഡ്? നല്ല ഭംഗിയായിട്ടില്ലേ? അപ്പൊ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ വേഗം തന്നെ ഒരു ലൈക്ക് അടിച്ചോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയറും കൂടി ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.